പരിശുദ്ധമാകുന്ന ഈ ഒരു സമയം വളരെ വിലപ്പെട്ടതാകുന്ന സമയമാണ്. മാത്രമല്ല നമുക്കൊക്കെ അറിയാം, വളരെ പവിത്രമായ, വളരെ ശ്രേഷ്ഠമായ ഒരു പുണ്യമായ മാസത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. റജബ് എന്ന വളരെ പവിത്രമായ മാസം. റജബ് എന്നതിന്റെ സാങ്കേതിക അർത്ഥം തന്നെ ബഹുമാനിക്കേണ്ടുന്നത്, ബഹുമാനിക്കപ്പെടേണ്ടുന്നത് എന്ന് തന്നെയാണ്. ആദരിക്കപ്പെടുന്നത് എന്നാണ് റജബ് എന്നതിന്റെ വാക്കർത്ഥം തന്നെ. അതുകൊണ്ട് തന്നെ വളരെ മഹത്തമായ ഇന്നത്തെ ഖുത്ബയിൽ ഇന്നത്തെ ഖുത്ബയിൽ വളരെ വിശദമായി കൊണ്ട് ആ ഖുത്ബയിൽ പറയുന്നുണ്ട്, ഇന്ന് ഈ ഒരു മാസം അല്ലാഹു വളരെയേറെ ആദരിച്ച, വളരെയേറെ ബഹുമാനിച്ച ഒരു മാസമാണ്. മാത്രമല്ല മഹാനവറുകളിൽ പറയുന്നുണ്ട്, യാ ഇബാദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമകളെ, അലാ നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞിട്ട് ആ ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നു, ഈ മാസം ബറക്കത്തിന് വിതരണം ചെയ്യുന്ന, ബറക്കത്തിൻ്റെതാകുന്ന ഒരു പ്രത്യേക മാസമാണ് ഈ പരിശുദ്ധമാകുന്ന റജബ് മാസം. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിലെ ഓരോ ദിനങ്ങൾക്കും, ഓരോ ദിവസത്തിനും വല്ലാത്ത പവിത്രതകൾ, പ്രത്യേകതകളിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരാകുന്ന മുത്തനബിതങ്ങൾ പറയുന്നുണ്ട്, ഈ പവിത്രമായ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നതാകുന്ന പ്രതിഫലം എന്താണ്? ഹദിയാകുന്ന ആയിഷത്തു സിദ്ദീഖയെ തൊട്ട്, ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദിയാകുന്ന ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, മുത്തനബിതങ്ങൾ പറയുകയാണ്, കുല്ലുന്നാസി ജിയാഉ യൗമൽ ഖിയാമ, എല്ലാ മനുഷ്യരും നാളെ ഖിയാമത്തിൽ വിശപ്പിനാൽ, വളരെ ദാഹിച്ചുകൊണ്ട് വിശപ്പിനാൽ വളരെ അസ്വസ്ഥതയായിക്കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരു സമയമുണ്ട്. ആരൊഴികെ നിശ്ചയമായിട്ടും റജബിലും ശഅബാനിലും റമദാനിലും നോമ്പനുഷ്ഠിച്ചവരല്ലാതെ അമ്പിയാദികളും അവരുടെ കുടുംബങ്ങളും അല്ലാത്ത എല്ലാവരും നാളെ ഖിയാമത്തിൽ വളരെ അങ്കലാപ്പിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന വളരെ പവിത്രമാകുന്ന ഈ ദിനങ്ങളിലൂടെ, ഈ പരിശുദ്ധ റജബിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും വളരെയേറെ പവിത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരാകുന്ന ഇമാം തന്റെ ഖുത്ബയിൽ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. തന്റെ ഖുത്ബയിൽ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്, ഈ മാസം വളരെ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ ഈ മാസത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു നന്മകളെ ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനവറുകൾ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ വല്ല തെറ്റുകളും ഈ മാസത്തിൽ ഒരാൾ മനഃപൂർവമായി ചെയ്തു കഴിഞ്ഞാൽ, സാധാരണയുള്ള മാസങ്ങളേത് പോലെയല്ല, ഈ മാസത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷയും വളരെ അധികമായിരിക്കുമെന്ന് മഹത്തുക്കളാകുന്ന മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ നാം വിചിന്തനം ചെയ്തുകൊണ്ട് ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിട്ടുകൊണ്ട് എത്ര പെട്ടെന്നാണ് ഓരോ റജബും നമ്മളിലേക്ക് വന്നെത്തുന്നത് എന്നാണ്. കഴിഞ്ഞ റജബും റമദാനും ശഅബാനും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അടുത്ത റജബിലേക്ക്, ഈ റജബിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോ അതിന് വരാനിരിക്കുന്ന റജബിലേക്ക്, അടുത്ത വർഷത്തെ റജബിലേക്ക് നമ്മളെത്താൻ നമ്മളുണ്ടാകുമോ? ഉടമസ്ഥനായ റബ്ബ് നമ്മളിൽ ആയുസ്സിനെ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത സാധുക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അമലുകളെ കൊണ്ട് വളരെയേറെ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടുന്ന വളരെ പവിത്രമാകുന്ന മാസം കൂടെയാണ് ഇത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ മനസ്സിലാക്കി ഖൈറിന്റെ അധികാരികളായി നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.